ഇങ്ങനെ നമ്മൾ നമ്മുടെ റൂമിൽ ചെക്ക് ഇൻ ചെയ്തായിരുന്നു. നമ്മൾ ചെക്ക് ഇൻ ചെയ്തിട്ട് പുറത്തിറങ്ങി. എന്നിട്ട് നമ്മളിനി ഇപ്പോൾ പോകാൻ പോകുന്നത് ഇവിടെ ഒരു കാസിലുണ്ട്, എഡിൻബറോ കാസിൽ. അത് കാണണമെന്ന് ആഗ്രഹിച്ചാണ് നമ്മൾ പോകുന്നത്. പക്ഷേങ്കിൽ നമ്മളിപ്പം അതിൻ്റെ ഓൺലൈൻ ടിക്കറ്റും കാര്യങ്ങളൊക്കെ നോക്കിയപ്പം ഇന്ന് അതിന് അവൈലബിലിറ്റി ഇല്ല. അത് നേരത്തെ നമ്മൾ ബുക്ക് ചെയ്യുമായിരുന്നെങ്കിൽ കിട്ടിയേനെ. അപ്പോൾ നമ്മൾ ഒട്ടും അത്രയും അങ്ങ് പ്ലാൻ ചെയ്യാതെ വന്നൊരു ട്രിപ്പ് ആയതുകൊണ്ട് നമുക്കതിന് പറ്റിയില്ല. അപ്പോൾ നമ്മൾ ഏതായാലും പുറത്തുനിന്ന് അതിൻ്റെ ഒരു കാഴ്ച കാണാൻ പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ സിറ്റി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങൾ നമ്മുടെ കൂടെ പോരെ, നമുക്കപ്പോൾ ഇന്നത്തെ വീഡിയോ പൊളിക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ കാസിൽ കാണാൻ വേണ്ടി വന്നതാണ്. ഈ കാസിൽ കാണാൻ വേണ്ടി വരുമ്പോൾ നമ്മളിവിടെ പാർക്ക് ചെയ്യാനായിട്ട് ഉപയോഗിച്ചത് ഇവിടെ NCP പാർക്കിംഗ് ആണ് കേട്ടോ. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് ദൂരം അല്ലെങ്കിൽ നടക്കേണ്ടതായിട്ട് വരും. അപ്പം ഇവിടുത്തെ പാർക്കിംഗ് ഏരിയ എന്ന് പറയുന്നത് ഇതാണ്. അതുപോലെ തന്നെ കുറേ ഫ്ലോറുകൾ താഴേക്കുണ്ട്, 4-5 ഫ്ലോറോളം പാർക്കിംഗ് സ്പേസ് വഴിയുണ്ട്. ഇവിടെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഈ കാസിലിൻ്റെ ഒരു ഔട്ട് സൈഡ് നമുക്ക് കാണാനായിട്ട് വരും. അപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മളിവിടെ വന്നപ്പോഴത്തേക്കിന് ഇതിൻ്റെ ബുക്ക് ചെയ്യേണ്ട സ്ലോട്ടുകളെല്ലാം തീർന്നായിരുന്നു. അതുകൊണ്ട് നമുക്ക് സ്ലോട്ട് ബുക്ക് ചെയ്ത് അകത്തേക്ക് കയറാനായിട്ട് പറ്റിയില്ല. അപ്പം നമ്മളിപ്പം പുറത്ത് നിന്നാണ് ഇവിടുത്തെ കാഴ്ചകൾ കാണുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ സിറ്റി സെൻറ്ററിൻ്റെ കാഴ്ചകളിലേക്കും കൂടെ ഇന്ന് പോകാനായിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതുണ്ട് ഇവിടുത്തെ ഈ ഒരു പാർക്കിംഗ് സ്പേസിൽ നമുക്ക് പാർക്ക് ചെയ്യുവാണെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് അടുത്ത് തന്നെ പോയിട്ട് ഈ ഒരു കാസിൽ കാണാനായിട്ട് പറ്റും, അതിൻ്റെ ഭംഗി ആസ്വദിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇനി ഇങ്ങോട്ട് വരുന്ന ആൾക്കാർ മാക്സിമം നേരത്തെ തന്നെ ഇവിടുത്തെ സ്ലോട്ടുകൾ ബുക്ക് ചെയ്തിട്ട് വരിക. അതാകുമ്പോൾ നമ്മളെപ്പോലെ ഇവിടെ കിടന്ന് ബുദ്ധിമുട്ടേണ്ട വരത്തില്ല. നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് നമുക്ക് ഇവിടെ എത്താൻ പറ്റിയെങ്കിലും നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് സ്ലോട്ട് ബുക്ക് ചെയ്യാഞ്ഞതുകൊണ്ട് നമുക്ക് കയറാൻ പറ്റുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വരുന്നവർ ആദ്യം ചെയ്യേണ്ടത് ഈ കാസിൽ കാണണമെന്ന് ആഗ്രഹമുള്ളവർ ഇവിടെ ബുക്ക് ചെയ്തിട്ട് തന്നെ വരാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ വണ്ടി പാർക്ക് ചെയ്തു. നമ്മളിപ്പോൾ പാർക്ക് ചെയ്തിരിക്കുന്നത് ഏറ്റവും ടോപ്പിലാണ് കേട്ടോ. അപ്പോൾ ഈ പാർക്കിങ്ങിൽ ഏറ്റവും ടോപ്പ് ലെവൽ, അതായത് ഇതിലെയാണ് നേരെ ഇനി എക്സിറ്റിലായിട്ട് ഇറങ്ങി പോകുന്നത്. അപ്പോൾ നമ്മൾ താഴെയാണ് ആദ്യം പാർക്ക് ചെയ്തത്. അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് ഇപ്പോൾ പാർക്ക് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ എൻട്രൻസിലേക്ക് ഒന്ന് പോകാൻ പറ്റുമോ നമ്മളൊന്ന് പോയി നോക്കുവാണ്. അവിടെ ചെല്ലുമ്പോൾ ടിക്കറ്റ് കൗണ്ടറിൽ ടിക്കറ്റ് കിട്ടുവാണെങ്കിൽ നമുക്ക് കയറാം, അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ വാതിൽ കണ്ടിട്ട് പോരാം. ആ രീതിയിലാണ് ഇപ്പോഴത്തെ നമ്മുടെ പോക്ക്. അപ്പോൾ നമുക്ക് നിങ്ങളും കൂടെ പോരെ, നമുക്ക് പോയി കാണാം. അപ്പോൾ നമ്മളിവിടെ വന്നപ്പം നമ്മളിപ്പോൾ സ്ലോട്ട് നോക്കിയപ്പോൾ നമുക്ക് നാളത്തേക്കിന് മാത്രമേ ഇവിടെ അവൈലബിൾ ആയിട്ട് സ്ലോട്ട് കിടപ്പുള്ളൂ. അതും ഉച്ചയ്ക്ക് 1 മണി മുതലുള്ള ഒരു മണിക്കൂറിൻ്റെ സ്ലോട്ട് കിടപ്പുണ്ട്. ഇപ്പം നമുക്ക് ആ ഒരു സ്ലോട്ടിൽ ഇവിടെ വരാനായിട്ട് പറ്റത്തില്ല, കാരണം നമ്മൾ വേറെ പല സ്ഥലങ്ങൾ കവർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം അങ്ങോട്ട് പോകണമെങ്കിൽ നമ്മൾ രാവിലെ എത്ര മണിയാകുമ്പോൾ ഒരു 8 മണി എങ്കിലും ആകുമ്പോഴത്തേക്കും നമുക്ക് റൂമിൽ നിന്ന് ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങേണ്ടതായിട്ട് വരും. അതുകൊണ്ട് നമ്മളിപ്പോൾ തൽക്കാലം ഇവിടെ പുറമേ നിന്ന് ഈ കാസിൽ കണ്ടിട്ട് പോവുകയാണ്. ഇനി ഒരിക്കൽ വരുമ്പോൾ നമുക്ക് അകത്ത് കയറി കാണാമെന്നുള്ളൊരു പ്രതീക്ഷയോടെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ജസ്റ്റ് ചുറ്റുപാടുകളോട് ഇന്ന് കണ്ടു നോക്കിയാലോ. ശരിക്കും പറഞ്ഞാൽ ഈ സ്കോട്ട്ലൻഡിൽ എഡിൻബറയിൽ വരുന്നത് നമ്മൾ എന്തിനാണെന്ന് വെച്ചാൽ ഇവിടുത്തെ മെയിനായിട്ടുള്ള കുറേ അട്രാക്ഷൻസ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ ഒരു സിറ്റിയാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഗൂഗിൾ മാപ്പ് ജസ്റ്റ് എടുത്ത് നോക്കുവാണെങ്കിൽ തന്നെ ഇവിടുത്തെ ഒരു സിറ്റിയുടെ ഒരു തിരക്ക് നമുക്ക് മനസ്സിലാകും. അതുപോലെ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെയാണ് ഇവിടുത്തെ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ പുറകിൽ കാണുന്ന ഈ ബിൽഡിങ്ങുകളൊക്കെ ഒരുപാട് പഴക്കമുള്ള ബിൽഡിങ്ങുകളാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതാണ് നമ്മൾ ചുറ്റുപാടുള്ള ബിൽഡിങ്ങുകളെല്ലാം നിങ്ങളെ ബാക്ക് ക്യാമറ ഇട്ട് കാണിച്ചു തരാം. അതുപോലെ തന്നെ നിങ്ങളിത് കണ്ടോ, ഈ ബാക്ക് സൈഡിൽ കാണുന്ന നമ്മുടെ കാസിൽ കണ്ടോ, കാസിലിൻ്റെ അവിടെ ഇത് കണ്ടോ, ഫുള്ള് കല്ലാണ്. താഴേക്ക് നല്ലൊരു ആഴമുള്ള ഒരു ഏരിയ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ
ഈ ഒരു സിറ്റിയാണ് ഇന്ന് നിങ്ങളെ കാണിക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത് ഈ കാസിലിൻ്റെ അടുത്ത് നിന്നുകൊണ്ടുള്ള കാഴ്ചകളാണ്. അപ്പോൾ നമുക്ക് ചുറ്റുപാടും ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ടുണ്ട്. ഇതാണോ, ഞങ്ങളിപ്പം ഇവിടെ നിന്നുകൊണ്ട് തന്നെ നമ്മളിവിടുത്തെ ഈ ഒരു ഫുള്ള് 360 ഡിഗ്രിയിൽ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടുത്തെ ബിൽഡിങ്ങിൻ്റെ ഒരു ഭംഗിയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. ശരിക്കും ഇവരുടെ ഒരു പഴയകാല സ്മരണ പോലെയാണ് ഈ ബിൽഡിങ്ങുകളെല്ലാം നിൽക്കുന്നത്. ഇതിനകത്ത് കൂടുതൽ ഉപയോഗിക്കുന്നതാണ് ആ ഒരു ഏരിയയിലേക്കൊക്കെ നോക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇപ്പോൾ ആണെങ്കിൽ നല്ല രീതിയിൽ മഴക്കാറൊക്കെ കയറിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ നിന്ന് ഇവിടുത്തെ കാഴ്ചകളൊന്ന് ആസ്വദിക്കുകയാണ്. അതിന് ശേഷമായിരിക്കും നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ഫൈനലി നമ്മൾ എഡിൻബറോ കാസിൽ കാണാൻ വേണ്ടി വന്നു. അതിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഏറ്റവും അതിന് ടോപ്പിലെത്തി. ടോപ്പിൽ നിന്നുള്ള കാണുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഇവിടുന്ന് വലിയൊരു സ്റ്റെപ്പുകളാണ്, കുറേ സ്റ്റെപ്പുകൾ താഴേക്ക് ഇറങ്ങി പോയാലാണ് നമുക്ക് റോഡിലേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. പിന്നെ അതുപോലെ തന്നെ വണ്ടി കയറി വരുന്ന മറ്റൊരു വഴി ഇവിടെയുണ്ട്. അപ്പോൾ ഇവിടെ നിന്നുള്ള കാഴ്ചകൾ ഇങ്ങനെയൊക്കെയാണ്. ഒരുപാട് ആളുകൾ ഇവിടെ ഇതുണ്ടോ, ഈ വരുന്ന ആളുകൾ മുഴുവൻ ഈ ഒരു കാഴ്ചകൾ കാണാൻ വേണ്ടി തന്നെ വരുന്നവരാണ് കേട്ടോ. ഇത് കണ്ടോ, ഈ ഒരു ബിൽഡിംഗ് കണ്ടോ.
അപ്പോൾ ഇത്രയൊക്കെയാണ് എഡിൻബറ കാസിൽ നിന്നുള്ള കാഴ്ചകളും വിശേഷങ്ങളും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാതിരിക്കും. ബൈ ബൈ.